ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജേണിയും സുനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഈ ചെടി കണ്ടോ? ഇത് മണി പ്ലാന്റ്. ചിലരൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ച് ഗാർഡനിലൊക്കെ വെക്കുന്ന ചെടിയാണ്. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലുണ്ട്. മരത്തിൻ്റെ മണ്ടയിൽ പടർന്നു കയറി അങ്ങനെ കിടക്കുകയാണ്. മരത്തിൻ്റെ മണ്ടയിൽ മാത്രമല്ല, ഇങ്ങനെ തറയിലും ഒരുപാട് പടർന്നു കിടപ്പുണ്ട് കേട്ടോ. ഈ ചെടി വളർത്തുന്നതിൻ്റെ ദോഷവശം ഏറ്റവും കൂടുതൽ നമ്മളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിങ്ങനെ തറയിലൊക്കെ പടർന്ന് കയറും. അതേപോലെ ഓരോ ചെടിയിലൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ ചെടിയും കൂടെ അങ്ങ് ഉണങ്ങിപ്പോവും. പിന്നെ ഇത് മോഷ്ടിച്ച് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പണം ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാനായി, ആർക്കും വേണ്ടാതെ കിടക്കുന്നതൊക്കെ അല്ലേ. അത്യാവശ്യം നല്ല വൃക്ഷങ്ങൾ വരെ ഈ ചെടി പടർന്നു കയറിയത് കാരണം ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കണ്ടില്ലേ, വലിയ ഇല മുകളിലോട്ട് പോകുന്തോറും വലിയ ഇല ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ കിണറ്റുവലയിൽ വന്ന് വല കെട്ടിയിരിക്കുന്ന ഒരു എട്ടുകാലിയാട്ടോ. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കിണറ്റുവലയിലല്ല ആളിരിക്കുന്നത്, അതിൻ്റെ ഇപ്പുറത്ത് വല കെട്ടിയിട്ടുണ്ട്. ആ വലയിലാണ് ആളിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, ആ എട്ടുകാലിയുടെ തലയിൽ വേറൊരു എട്ടുകാലി വന്നിരിക്കുന്ന പോലെ തോന്നുന്നില്ലയോ? എനിക്കങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ തോന്നി കേട്ടോ. കുറേ സമയം സൂക്ഷിച്ച് നോക്കി നിന്നപ്പോൾ അതൊരു പൂവിൻ്റെ ഷേപ്പ് പോലെയൊക്കെ തോന്നിയായിരുന്നു. നമ്മുടെ കരിയിലപ്പടയൊക്കെ രാവിലെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ചരി വാരി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതവിടെ ഇരുന്ന് തിന്നുക. ചെടിയുടെ ഇടയ്ക്ക് കിടക്കുന്ന മാത്രമേ അവർ തിന്നുന്നുള്ളൂ കേട്ടോ. അമ്മിണി, അമ്മിണി, ഡി എവിടെ ആയിരുന്നടി നീ? ബാ, അമ്മിണിയുടെ കിടത്തമൊക്കെ. അമ്മിണി, അമ്മിണി, അമ്മിണി എവിടെ ആയിരുന്നു? അമ്മിണിക്കുട്ട, ഡി ഡി. അമ്മിണി 2-3 ദിവസമായിട്ട് ഇവിടെങ്ങും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങാൻ ഇങ്ങോട്ട് വന്നപ്പം സ്റ്റെപ്പിൻ്റെ താഴെ അമ്മിണി കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മിണിക്ക് ചവിട്ട് കിട്ടിയേനെ, എനിക്ക് അമ്മിണിയുടെ കയ്യിൽ നിന്ന് കടിയും കിട്ടിയേനെ. 2 ദിവസത്തേക്ക് മുമ്പ് ഇവിടെ പട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് അമ്മിണിയെ പട്ടി പിടിച്ചതാണെന്ന്. ഞാനിവിടെ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. അമ്മിണിക്ക് ഇവിടെ കിടക്കാൻ വയ്യ. 2 ചെരുപ്പിലായിട്ട് കൈവച്ചുകൊണ്ട് കിടന്നത് അമ്മിണിക്ക് കിടക്കാൻ വയ്യ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയും പിരിയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മിണിയുടെ നേരത്തെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഞാൻ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമുക്ക് നേരത്തെ 2 പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ 2നെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും പട്ടി പിടിച്ചതാണ്. അപ്പോൾ ഇവളെയും പട്ടി പിടിച്ചതായിരിക്കുമോ എന്ന് ഓർത്തങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ ഭയങ്കര പട്ടിശല്യവും ഉണ്ട്. കണ്ടില്ലേ, അമ്മിണി അങ്ങ് കിരീടം നഷ്ടപ്പെട്ട രാജാവിനെ പോലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുക. ഇടയ്ക്ക് ഞെളിപിരിയൊക്കെ കൊള്ളുന്നുണ്ട്. എന്തോ പറ്റിയെന്തോ. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങി വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിരുന്ന് കാറ്റ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ നമ്മളുടെ തോട്ടിലിവിടെ ഭയങ്കര ബഹളം. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് നമ്മളുടെ കരിയിലക്കിളി സംഘം ഇവിടെ ഭയങ്കര കുളിയാണ്. അതിൻ്റെ ബഹളമൊക്കെ കേട്ടോണ്ടിരുന്നത്. ഇവർക്ക് ഈ തോടൊരു ആശ്വാസമായി. വെള്ളം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവരിവിടെ തന്നെ എപ്പോഴും കാണും. കണ്ടോ ഗൈസ്, ഞങ്ങളുടെ കരിയിലപ്പിടയും മൈനയും എല്ലാവരും കൂടെ കുളിക്കാൻ വന്നതാണേ. ഈ മൈന ഇവരുടെ കൂടെ നടക്കും, പക്ഷേ ഇവരുമായിട്ട് വലിയ കമ്പനിക്കൊന്നും പോകത്തില്ല. ചിലപ്പോൾ അടിയിടുന്നതൊക്കെ കാണാം. പക്ഷേ ഇപ്പോൾ കുളിക്കാനൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിങ്ങി പോരുന്നത്. ഇത് ഇവിടെ ഒരു കാക്കമ്മ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പം കാക്കമ്മ പോയി. നേരത്തെ കാക്കമ്മയായിട്ടൊക്കെ വഴക്കിടുമായിരുന്നു കുളിക്കടവിൽ വന്ന്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് സെറ്റായെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുന്ന അവളുമാർക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. ശബ്ദമൊക്കെ ഉണ്ടാക്കി. ഇതേ കാക്കത്തമ്പുരാട്ടിയും വന്ന് കുളിക്കാൻ. ഇവിടെ കുളിസീൻ്റെ ഒരു ബഹളം തന്നെ. അപ്പോൾ കരിയിലപ്പിട വന്ന്, കണ്ടില്ലേ, കരിയിലപ്പിട വന്ന്, മൈന വന്ന്, കാക്കത്തമ്പുരാട്ടി വന്ന്, എല്ലാവരും ഇവിടെ ഭയങ്കര കുളിസീന. ഈ ഇത്തിരി പോതെ ശരീരം ഒന്ന് നനയാൻ ആ വെള്ളത്തിൽ ഒന്ന് തട്ടുതലോടി പോയാൽ പറ്റുമോ എന്തോ. അവിടെ ആ കല്ലിൽ ഇപ്പം ഇരിക്കുന്നത് കണ്ടോ, ഇപ്പം കുളിക്കാൻ ഇറങ്ങിയത് കരിയിലപ്പടയല്ല, തൊപ്പിക്കിളിയാണ് കേട്ടോ. കുളിക്കാൻ വന്നപ്പം പണ്ട് മനുഷ്യരൊക്കെ ഇങ്ങനെ ആയിരുന്നു തോന്നല്ലേ. അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ദേ കണ്ടോ, കിളികളെല്ലാവരും കൂടെ ഒരുമിച്ച് കുളിക്കാൻ ഇറങ്ങി. തൊപ്പിക്കിളി, മൈന, കരിയിലപ്പട, കാക്കത്തമ്പുരാട്ടി, കാക്കമ്മ എല്ലാവരും കൂടെ ഇറങ്ങി. അടിപൊളി. തൊപ്പിക്കിളി പോയപ്പോൾ ദേ വീണ്ടും കരിയിലക്കിളി വീണ്ടും വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് അമ്മ തുണി കഴുകാനായിട്ട് എല്ലാവരും വാരി വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പം ഇറങ്ങല്ലേ, അവർ കുളിച്ചിട്ട് പോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് ബഹളം വെക്കും.
കാക്കത്തമ്പുരാട്ടി വീണ്ടും വന്ന് താഴോട്ടുള്ള വെള്ളത്തിലാണ് ചാടുന്നത് കേട്ടോ. കൂടുതൽ പേര് കുളിക്കാൻ വന്നിട്ടുണ്ട്. കാക്കത്തമ്പുരാട്ടി അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളത്തിലൊന്ന് മുങ്ങിയിട്ട് പോകുന്നുണ്ട് കാക്കത്തമ്പുരാട്ടി. ഈ പ്ലാവിൻ്റെ സൈഡിൽ അണ്ണാനിരിപ്പുണ്ട് കേട്ടോ. വേണ്ടേ, ഇവർക്കിപ്പോൾ സിഗ്നൽ കൊടുക്കുമെന്ന് തോന്നുന്നു. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന ഇവൻ കണ്ട്, അവർ കണ്ടില്ല. കിളികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഈ അണ്ണാൻ കണ്ടിട്ടുണ്ട്. അവന് അവിടെ നിന്ന് നോക്കും. മിക്കവാറും ഇപ്പോൾ സിഗ്നൽ കൊടുക്കും. എന്നെയും ചാടിക്കും, കിളിയേയും ചാടിക്കും ഇവിടുന്ന്. ഇവര് ഇവിടെ മാത്രമല്ല കേട്ടോ, എൻ്റെ പുറകിൽ വീടിൻ്റെ മുറ്റത്ത് വന്ന് കുറേ പേര് ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന് എന്തൊക്കെയോ കൊത്തിച്ചകഞ്ഞ് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. കല്ലിലിപ്പോൾ 3 പേര് ഇരിപ്പുണ്ട്. പറന്ന് മാറി. തൊപ്പിക്കിളി വീണ്ടും വന്ന് കുളിക്കുക. നമ്മുടെ കരിയിലപ്പട ഇത് നോക്കി നിൽക്കുക. ആഹാ, എന്തൊരൊത്തൊരുമ ഇവർ തമ്മിൽ. ഇവരെല്ലാവരും ഇവിടെ കുളിക്കാൻ വരുമെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവരെല്ലാവരും ഈ ഒരുമിച്ച് കുളിക്കാൻ വരുന്നതൊക്കെ ഞാനിപ്പോൾ കാണുക കേട്ടോ. ഇവരെപ്പോഴും ഇങ്ങനെ വരാറുള്ളതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഒരുമിച്ച് കുളിക്കാൻ വരുന്നൊരു കാര്യം. തോട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. മാനത്തുകണ്ണിയും പരലും അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ അടിപൊളി ഒരു വൈബാണ്. കണ്ടോ, കൂട്ടത്തിൽ കുറച്ച് സമയം എടുത്ത് വെള്ളത്തിൽ നിൽക്കുന്നത് തൊപ്പിക്കിളി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും വെള്ളത്തിലൊന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കയറി പോവുക. ഇവർക്ക് മനസ്സിലായി അവിടെ നിന്ന് ആരോ ഒരാൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറന്നു പോവുക. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. നമ്മുടെ തൊപ്പിക്കിളിയുടെ ഒരു സന്തോഷം ഏതാണ്ടൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കുളിക്കുവാടേ. തൊപ്പിക്കിളിയും കരിയിലപ്പടയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുളിക്കുക. അടിപൊളി. വെള്ളത്തിലങ്ങ് ഇരുന്ന് ആശാട്ടി. ഇനിയിപ്പോൾ ഇവർ ഈ സൈഡിലൊക്കെ മാറിയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പരിസരത്തെല്ലാം ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. കുറേ പേര് ഈ മുറ്റത്തൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവരൊന്ന് കുളിച്ച് കയറി വിശ്രമിച്ചിട്ട് വീണ്ടും ഇവർ മുറ്റത്തൊക്കെ വരും. എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കും. പോകുന്നതിന് മുമ്പിന് ഒരു വട്ടോടെ തോട്ടിലിറങ്ങുമെന്ന് തോന്നുന്നു. ഇനി ഇവർ തന്നെ ആണോ അതോ ഈ കരയ്ക്ക് മാറിയിരിക്കുന്നവരാണോ ഇപ്പോൾ വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. തോട്ടിൽ ആദ്യം രാവിലെ കുളിക്കാൻ വരുന്നത് നമ്മളുടെ പൊന്മാനാണ്. പെണ്ണുങ്ങളെല്ലാം കൂടെ ദേ വഴക്കായി. ഗൈസ്, കുളിക്കടവിലെ വഴക്കായത് കേട്ടോ. കുറച്ച് പേര് അവിടെയും മാറിയിരുന്ന്, കുറച്ച് പേരിതാ ഇവിടെ ഇരിപ്പുണ്ട്. 2 പേരും ഇവിടെ ഭയങ്കര വഴക്കിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരു ബോധം വേണ്ടായോ. ഈ കുളിക്കാൻ വന്നിട്ട് കുളിക്കടവിൽ കിടന്നങ്ങ് അടിയിടുകയല്ലാണ് അവിടെ. നല്ല അടിപൊളി വെയിലാണ് കേട്ടോ.
2-3 ദിവസം നമുക്ക് നല്ല അടിപൊളി മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും പഴയതുപോലെ നല്ല വെയിലായിട്ടുണ്ട്. നമ്മുടെ ചിത്രശലഭം തേൻ കുടിക്കാനായിട്ട് വന്ന് ഇവിടെയൊക്കെ കിടന്ന് പറക്കുന്നുണ്ട്. നമ്മുടെ ചിത്രശലഭം എപ്പോഴും വന്നിരിക്കുന്ന ആ ചെടിയും പൂവൊക്കെ ഇല്ലേ, ആ ചെടി അങ്ങ് ഉണങ്ങി കേട്ടോ. അവൾ കുറച്ച് അരിയൊക്കെ എടുത്ത് ഇവിടെ പാകിയിട്ടുണ്ട്, അതൊക്കെ കിളിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇതിലെ അവസാനത്തെ പൂവും ഉണങ്ങുന്നത് വരെ ഞാനത് പിഴുത് കളയത്തില്ല. കാരണം ഈ ചിത്രശലഭം എന്നും ഇങ്ങനെ വരുന്നതല്ലേ, ഒരു ദിവസമെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അതിന് കുറച്ച് തേന്. കണ്ടില്ലേ, നല്ല രസം ഉണ്ടായിരുന്നു ഇതിങ്ങനെ പൂത്ത് നിന്നപ്പോൾ. കണ്ടില്ലേ, കുളിസീനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവാണേ. നമ്മുടെ മുറ്റത്ത് ഇലവുമരം നിൽപ്പുണ്ട്, അത് പഞ്ഞിമരം, അതിലൊക്കെ വന്നിരിക്കുക. അപ്പുറത്തൊരു സെറ്റ് അവിടെ ഭയങ്കര വഴക്കം നടക്കുന്നുണ്ട്. കീരിയെ കണ്ടതിൻ്റെ ബഹളം അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.